വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ നമ്മളിൽ എത്ര പേർ ഒരു പ്രത്യേക നിയോഗം വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുകയും അതോർമ്മിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്? വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും പങ്കെടുക്കുമ്പോഴും നിയോഗമുണ്ടായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നത് ദൈവദാസനായ തിയോഫിൻ അച്ഛനാണ്. ചില ആളുകൾ മനുഷ്യപ്രീതിക്ക് വേണ്ടിയോ മറ്റേതെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടിയോ കുർബാന സ്വീകരിച്ചുവെന്ന് വരാം. നല്ല ഉദ്ദേശങ്ങളോടുകൂടെ ഇമാതിരി ഉദ്ദേശങ്ങൾ കൂടി ചേരുമ്പോൾ കുർബാനയുടെ ശരിയായ ഫലം ലഭിക്കാതിരിക്കുമെന്ന് തിയോഫിൻ അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു. മനഃപൂർവമായ കുറ്റങ്ങളും മനഃപൂർവമല്ലാത്ത കുറ്റങ്ങളുമുണ്ട്. ഇതിൽ മനഃപൂർവമല്ലാതെയുള്ള കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് കുർബാനയുടെ ഫലങ്ങൾ ലഭിക്കാതെ പോകുന്നില്ല. എന്നാൽ മനഃപൂർവം തെറ്റ് ചെയ്തിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണെങ്കിൽ കുർബാന സ്വീകരണം വഴിയുള്ള എല്ലാ നന്മകളും പൂർണ്ണമായും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു.